എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു കഷ്ണം ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഉപ്പേരി വെക്കാച്ചിട്ടാണ്. അപ്പോൾ ഇടിച്ചക്കയും മുതിരി ഇട്ടിട്ടാണ് ഉപ്പേരി വെക്കണത്. മുതിരയൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇടിച്ചക്ക നുറുക്കി കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടിച്ചക്ക ഉപ്പേരി വെക്കുമ്പോൾ മുതിരയും ഇടിച്ചക്കയും കൂടെ ഒപ്പിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ പാകത്തിന് വേവിന് കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ആദ്യം മുതിര ഒന്ന് നന്നായി വേവിച്ചെടുക്കുക. ഇപ്പം നമ്മളിതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും വേണ്ട, മുതിരയിൽ വെള്ളം ഉണ്ടാകും മതി. അപ്പോൾ ഇതാ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട്. മുതിര കുക്കറിലിട്ടൊരു 3 വിസിൽ വരെ അടിച്ച് വേവിച്ച് വെച്ചതാണ്. ഞാൻ അതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുക. ചക്ക ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം തന്നെ മതി ചക്കയിലേക്ക്. പിന്നെ 2 പച്ചമുളകും പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 2 വിസിൽ വരെയാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ പാക വേവിന് കിട്ടി. ഇനി നല്ല ഒന്നും കൂടെ വേവണം എന്നുള്ളവർക്കൊരു 3 വിസിൽ വരെയൊക്കെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരെ വന്ന് അത് വേവിച്ച് വെയിറ്റൊക്കെ പോയിട്ടാണ് എടുത്തത്. ഇപ്പോൾ അതാ ഉള്ളി വെളിച്ചെണ്ണ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് തന്നിട്ട് അതിൽ ഉള്ളി ഇട്ട് വാട്ടി വേപ്പിൻ്റെ ഇലയും പിന്നെ ഉണക്കമുളകും ഇട്ട് അത് നന്നായി വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരുന്ന ഇടിച്ചക്ക മുതിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിലയിടത്തൊക്കെ ഇടിച്ചക്ക മുതിരി ഇങ്ങനെ വെക്കാത്ത ആൾക്കാരുണ്ടാവും, വെറും ചക്ക വെക്കുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.